ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സദ്യ സ്പെഷ്യലായിട്ടുള്ള കുറുക്ക് കാളൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചേന ചേർത്ത് കൊടുക്കാം. ഞാനൊരു മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ടുള്ള ചേനയാണ്. അപ്പോൾ അതൊരു ബൗളോളം എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു സെയിം ബൗളിൽ തന്നെ ഇതുപോലെ പച്ചക്കായ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതൊന്ന് വെന്ത് വരുമ്പോഴത്തേനും നമുക്കിതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചേനയും കായും നല്ലപോലെ തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലുള്ള ആ ഒരു വെള്ളം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വറ്റിച്ചെടുക്കാം. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് 2 പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കായും ചേനയും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊന്ന് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ചേനയും കായും അതിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കുകയും കൂടി ചെയ്യാം. ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. നല്ല കട്ടിയുള്ള തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിവിടെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് വറവിട്ട് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഞാൻ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് വറവിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുറുക്ക് കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.